ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുറമേ നിന്ന് കാണുമ്പോൾ ചെറിയൊരു ജോലിയായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്യുന്ന ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. 3 നേരത്തെ ഭക്ഷണം, വീട് വൃത്തിയാക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, കുട്ടികളുടെ പഠനം എന്ന് വേണ്ട വീടിന്റെ എല്ലാ ഭാഗത്തും വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൈയെത്തണമെന്നുള്ള ഒരു അവസ്ഥയാണ്. ഇതിനെല്ലാം ഇടയിലൂടെ നമുക്ക് സെൽഫ് കെയറിനായിട്ടൊരു സമയം കണ്ടെത്തുകയും വേണം. കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമ്മൾ ഈ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വരുന്ന ആഴ്ച പ്രൊഡക്റ്റീവായിട്ട് ത്രൂ ഔട്ട് നമുക്ക് ഇരിക്കാനും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആ ഒരാഴ്ച എങ്ങനെ പ്ലാൻ ചെയ്യും ഞാനെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് ഈ ഒരു പ്ലാനിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കിലി പ്ലാനിങ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ എങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യമൊക്കെ ഞാൻ സൺഡേസിലാണ് ഈ വീക്കിലി പ്ലാനിങ് ചെയ്തുകൊണ്ടിരുന്നത്. സാറ്റർഡേ സൺഡേ ഒക്കെ കുട്ടികൾക്ക് അവധിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പല എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് വിചാരിച്ചാലും നടന്നില്ല എന്ന് വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫ്രൈഡേ ഈവനിങ് നമ്മൾ ഒരാഴ്ചയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഫ്രൈഡേ ഈവനിങ് നമ്മൾ ചായ കുടിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറി എന്തെങ്കിലും എടുത്തിട്ട് അടുത്ത ഒരാഴ്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ, മെയിനായിട്ട് മീൽ പ്ലാന്, പിന്നെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് വരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം വേണ്ട ഒരുക്കങ്ങൾ, അങ്ങനെ പിന്നെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ അവരുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ, നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ ക്ലീനിങ് ഷെഡ്യൂള് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഭാഗങ്ങൾ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഈ ഒരാഴ്ചക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം നമ്മൾ എഴുതി വെക്കുക. അന്നുള്ള ആ ഒരു റഷ് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നത് ഒരുപാട് സഹായിക്കും കേട്ടോ. ഇപ്പൊ ഈ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ആഴ്ചയിൽ ഞങ്ങൾക്ക് ഫെസ്റ്റിവൽ ഉള്ളത് വിനായക ചതുർത്ഥിയാണ്. അപ്പൊ വിനായക ചതുർത്ഥിക്ക് പൊതുവെ എല്ലാ കൊല്ലവും ഞാൻ ഒരുപാട് ഐറ്റംസ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കൊരു പ്ലാനിങ് വേണം, എന്തൊക്കെ ഐറ്റംസ് നമ്മൾ ഈ ആഴ്ച പ്രിപ്പയർ ചെയ്യാൻ പോകുന്നുണ്ട്. ഫെസ്റ്റിവലിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, മീൽ പ്ലാൻ ആണെങ്കിലും 3 നേരം എന്തൊക്കെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കണം, കുട്ടികൾക്ക് ലഞ്ച് കൊടുത്തു വിടണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. അപ്പൊ സ്നാക്സ് ആണെങ്കിലും കുട്ടികൾക്ക് നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. എല്ലാം എഴുതി വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ പാൻട്രി ഒന്ന് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ തീർന്നിരിക്കേണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഒരാഴ്ചക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. റീസ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാനും പറ്റും. ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കടയിൽ പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അതിനനുസരിച്ച് നമ്മൾ സാറ്റർഡേയോ അല്ലെങ്കിൽ സൺഡേയോ പോയിട്ട് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പോൾ ഫെസ്റ്റിവൽസിനൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വീറ്റ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പ്രത്യേകം പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന ഐറ്റംസ് മാത്രമല്ലല്ലോ, സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും മേടിക്കാത്ത ചില സാധനങ്ങളൊക്കെ എക്സ്ട്രാ മേടിക്കേണ്ടതായിട്ട് വരും. അതെല്ലാം നമുക്ക് മേടിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും അയ്യോ ഈ ഐറ്റം ഇല്ലല്ലോ, ഇതിന് വേണ്ട ഈ ഒരു സാധനം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിലേക്ക് ഓടേണ്ടതായിട്ട് വരിക. അതുപോലെ ചില ഐറ്റംസ് കുറേ നാളായിട്ട് നമ്മുടെ പാൻട്രിയിൽ ഇരിക്കുന്ന ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് ചെലവാക്കാനും ഇങ്ങനെ നമ്മൾ മീൽ പ്ലാൻ ചെയ്യുന്നത് നല്ലതാട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഇരുന്നത് ചീത്തയായി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഗ്രോസറീസ് മാത്രമല്ല, ഫ്രിഡ്ജിലും നമുക്ക് ആവശ്യത്തിന് പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നേരത്തെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാം ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്. ഒരാഴ്ചയ്ക്ക് വേണ്ട മീൽ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ പ്ലാൻ ചെയ്യാറുള്ളത് ഇപ്പോൾ എൻ്റെ മകൻ്റെ സ്റ്റഡീസിലാണ് കേട്ടോ. സ്റ്റഡീസ് ഇപ്പോൾ അവന് അടുത്തൊരാഴ്ച നോക്കുകയാണെങ്കിൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എക്സാംസിൽ പ്രോജക്റ്റ് വർക്ക്സ് ഉണ്ടാവും. പ്രോജക്റ്റ് വർക്ക്സ് ആണെങ്കിൽ അവരെ കൊണ്ട് തനിയെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോജക്റ്റ് വർക്ക്സ് അല്ല, നമ്മൾ അവർക്ക് പ്രത്യേകമായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ഇപ്പോൾ എക്സാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് അവർ നേരത്തെ ടൈം ടേബിളൊക്കെ അയക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ പ്രോജക്ട്സ് ആണ് ചെയ്യാനുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ നമുക്ക് ഉണ്ടാവും. അപ്പോൾ പ്രോജക്ട്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ നേരത്തെ മേടിച്ചു വെക്കണം. ഈ അവസാന നിമിഷത്തിലുള്ള ഈ ഒരു ഓട്ടം ഒഴിവാക്കാനായിട്ട് പ്രോജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ കുറേശ്ശെ ചെയ്ത് തുടങ്ങും. ചെയ്ത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത്, അതായത് സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസമൊക്കെ നമുക്ക് അത്രയും കുറച്ച് പണി ചെയ്താൽ മതിയാവും. ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ
കയ്യിൽ ഓൾറെഡി ഉള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. അതായത് പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണോ എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. അപ്പം ഡെയിലി ഒരു ഹാഫ് ആൻ അവർ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്ത് തുടങ്ങാം. ചെറുതായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ് ഷെഡ്യൂള് നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളതാട്ടോ. അപ്പോൾ ക്ലീനിങ് ഷെഡ്യൂൾ നമ്മൾ ഓൾറെഡി വീക്ക്ലി ക്ലീനിങ് ഷെഡ്യൂൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, മൺഡേ ടു ഫ്രൈഡേ. അത് നമ്മൾ പഴയ വീട്ടിൽ ഫോളോ ചെയ്തിരുന്നതാണ്. പുതിയ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു ക്ലീനിങ് ഷെഡ്യൂൾ ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ചാനലിലൂടെ അതും ഷെയർ ചെയ്യാം കേട്ടോ. വീടെപ്പോഴും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ മൺഡേ ടു ഫ്രൈഡേ ഒരു ക്ലീനിങ് ഷെഡ്യൂൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് നമ്മൾ പല വീഡിയോസിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ക്ലീനിങ് ഷെഡ്യൂൾ ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യും. ഇപ്പോൾ വരുന്ന ഒരാഴ്ചയിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ ആവശ്യമുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് നോട്ട് ചെയ്ത് വെക്കും. നമ്മളപ്പോൾ വീക്കിലി പ്ലാനിങ് നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് അതും കൂടി കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു പോവാം. പിന്നെ സ്റ്റഡീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ ഇപ്പോൾ ഒരാഴ്ചക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിന് ആവശ്യമുള്ള യൂണിഫോംസ് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ കഴുകി റെഡിയാക്കി സൺഡേ ഈവനിങ് ആകുമ്പോഴത്തേക്കും അയൺ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരാഴ്ച ഇപ്പോൾ കാലത്ത് നേരത്ത് അയൺ ചെയ്യേണ്ട ആ ഒരു ബുദ്ധിമുട്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നേരത്തെ തന്നെ ആ ഒരാഴ്ചക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ സൺഡേ തന്നെ എടുത്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരാഴ്ചയിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ മകൻ്റെ ഈ ഒരു കബോർഡാണ് കേട്ടോ. ഇവൻ്റെ ഡ്രസ്സുകളും ഒക്കെ കുറച്ച് ഒരു ഓർഗനൈസ്ഡ് അല്ല ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ഞാൻ എഴുതി വെച്ചു. നെക്സ്റ്റ് ഒരാഴ്ചക്ക് ഇപ്പോൾ ക്ലീനിങ് ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫെസ്റ്റിവൽ വരുന്നത് കൊണ്ട് പൂജാമുറിയൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സമയം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും എക്സ്ട്രാ നമുക്ക് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ എക്സ്ട്രാ ഇങ്ങനെ ജോലികൾ വരുന്ന സമയത്ത് നമ്മുടെ ഡെയിലി ക്ലീനിങ് റൂട്ടീനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക. അല്ലെങ്കിൽ അങ്ങനത്തെ ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അന്നത്തെ കുക്കിംഗ് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം. എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് വരുന്ന സമയത്ത് നമുക്കൊന്നിനും സമയം കിട്ടാതെ അല്ലെങ്കിൽ നമുക്ക് സെൽഫ് കെയറിന് സമയം കിട്ടാതെയൊക്കെ വരുന്ന ഒരവസ്ഥ ഒഴിവാക്കാനാണ് കേട്ടോ നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരാഴ്ച മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. അടുത്തൊരാഴ്ചക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഫെയിൽ ആയതെന്നൊന്ന് റിവ്യൂ ചെയ്യാനും നമ്മൾ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരാഴ്ചയിൽ ആ മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കി നല്ലൊരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് അടുത്തൊരാഴ്ച സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ഇതിൽ ചേഞ്ചസ് വരുത്തി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് അടുത്ത ഒരാഴ്ചയ്ക്ക് എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ട് സമയം കണ്ടെത്താനായിട്ട് എന്നെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുപോലെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാറുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം.